മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് ഇന്ന് തുടക്കം. നിർമ്മാണത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി. കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ബോർഡ് സ്ഥാപിച്ചത്. ജോഷില ചേരുന്നു. ജോഷില, എന്തായാലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിയമ കുരുക്കുകൾ അവസാനിച്ചിരിക്കുന്നു. എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിനുള്ള നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. തൊഴിലാളികളെല്ലാം തന്നെ ULCC ആണ്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് അതിനുള്ള ആരംഭ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവിടെ റോഡ് നിർമ്മാണം ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും റോഡ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ തൊഴിലാളികളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ആദ്യത്തെ ദിവസത്തെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം, അതായത് ഈ വിഷു അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായി താമസിക്കുന്ന ഇവർക്ക് പെട്ടെന്ന് തന്നെ താമസ സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ഈ ടൗൺഷിപ്പ്. എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ടൗൺഷിപ്പ്, അതായത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ടൗൺഷിപ്പ് ആയിരുന്നു സർക്കാരിന്റെ പദ്ധതി എന്നുള്ളത്. എന്നാൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വീടുകൾ വെച്ച് പെട്ടെന്ന് തന്നെ ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി വീടുകൾ വെച്ച് ഇവരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ എസ്റ്റേറ്റിന്റെ ഉടമകൾ, അതുപോലെ തന്നെ എസ്റ്റേറ്റ് ഉടമകളൊക്കെ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 8 മാസത്തോളം നീണ്ടുപോകാൻ തന്നെ ഇടയായത്. എന്നാൽ കോടതിയുടെ ഉത്തരവ്, അതായത് 17 കോടിയോളം രൂപ സർക്കാർ കെട്ടിവെച്ചിരിക്കുന്നു. അതിനു മുൻപ് തന്നെ 26 കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന്റെ ജനറൽ അക്കൗണ്ടിൽ മുമ്പ് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 17 കോടിയിലധികം രൂപ ഹൈക്കോടതി കെട്ടിവെച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടീസ് ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ പതിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഷമി, ജോഷിലയാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.